ഇന്ന് നമ്മുടെ പ്രീമിയം ജയ്പൂർ കോട്ടയിൽ വരുന്ന റയോൺ കോട്ടിൽ വരുന്ന സ്ലിറ്റഡ് ഐറ്റംസ്, അതുപോലെ അനാർക്കലി ഐറ്റംസ്, അതുപോലെ തന്നെ നല്ലൊരു കോഡ് സെറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രിൻ്റ് ഐറ്റംസ് ആയിട്ടുള്ള കോഡ് സെറ്റ്, അതും ഒരു 11, 12 ആ ഒരു ഏജിൽ വരുന്ന കുട്ടികൾക്കൊക്കെ പറ്റിയതായിരിക്കും. 38 വരെ ജസ്റ്റ് ഉള്ളവർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വേണം നമുക്ക് ഈ ഒരു കോഡ് സെറ്റിനെ കാണിക്കാം കേട്ടോ. ഇതൊരു ഫ്രീ സൈസ് ടൈപ്പാണ് കോഡ് സെറ്റ് വരുന്നത്. ഇത് നമ്മൾ ഇതിൻ്റെ ഒരു പ്ലീറ്റഡ് നമ്മൾ നല്ലൊരു ലോ പ്രൈസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതല്ല, ഇമ്പോർട്ടഡിൽ നല്ല സോഫ്റ്റ് പ്ലീറ്റഡിൽ വരുന്നതാണ് കേട്ടോ. നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ്. ഉള്ളിലൊക്കെ നല്ല ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുള്ള പോലൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് കേട്ടോ. നല്ല സോഫ്റ്റിൽ വരുന്നതാണ്. ബോട്ടൊക്കെ നല്ല നല്ല കട്ടിയിൽ വരുന്നുണ്ട് കേട്ടോ. അതായത് നല്ല സോഫ്റ്റും ഉണ്ട്, നല്ല കട്ടിയും വരുന്നുണ്ട്. രണ്ട് സൈഡിലും നല്ല പോക്കറ്റൊക്കെ കൊടുത്തിട്ട് ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻറ്റിലാണ് കേട്ടോ. ബോട്ടത്തിൻ്റെ എൻഡിലായിട്ടും അതുപോലെ തന്നെ ടോപ്പിൻ്റെ എൻഡിലായിട്ടും സ്ലീവിലായിട്ടൊക്കെ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്, പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് മീഡിയം, അതായത് 38 ചെസ്റ്റ് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്രീ സൈസ് ടൈപ്പാണ്, ഇടുന്നതിനനുസരിച്ച് വലിയുന്ന ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 34, 36, 38 ചെസ്റ്റ് ഉള്ളവർക്കൊക്കെ പറ്റുന്നുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ്. നല്ല സോഫ്റ്റ് പ്ലീറ്റഡ് ആണ് കേട്ടോ. നല്ല ബോട്ടൊക്കെ നല്ലൊരു തിക്ക് കിട്ടുന്നുണ്ട്. ഉള്ളിൽ ലൈനിങ് കൂടി കൂട്ടിയിട്ട് ചെയ്ത പോലെയാണ് കേട്ടോ അത്. നല്ല ഇമ്പോർട്ടഡിൽ വരുന്ന മെറ്റീരിയലാണ്. സാധാരണ ഒരു പ്ലീറ്റഡിൽ നമ്മൾ കൊണ്ടുവരുന്ന പോലത്തെ അല്ല, അതിലേക്ക് ഒന്നും കൂടി നല്ലൊരു പ്രൊഡക്റ്റാണ്. നല്ലൊരു വൈറ്റ് ഷെയ്ഡിലാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത്. ലിമിറ്റഡ് സ്റ്റോക്കുകൾ തന്നെയാണ്. അപ്പോൾ ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാലോ. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, എൻക്വയറി ചെയ്യുക കേട്ടോ. കോൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരുപാട് പേര് കോൾ ചെയ്യുന്നുണ്ട് ഓർഡർ ചെയ്യാൻ. അങ്ങനെ അത് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ നമ്മൾ കുറേ മുൻപേട്ട വീഡിയോ ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ ടോപ്പിൻ്റെ ബാക്കിലും വരുന്നുണ്ട് കേട്ടോ ഈ പ്രിൻ്റ്. അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല കേട്ടോ. എല്ലാത്തിൻ്റെയും വരുന്നുണ്ട്. നല്ലൊരു ബ്ലാക്കിലാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. അതും വരുന്ന കേട്ടോ. എല്ലാത്തിലും വരുന്നുണ്ട്. ഇനി വേണമെങ്കിൽ മറ്റേതൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. ബ്ലാക്കിൻ്റെ ബോട്ടം ഇങ്ങനെ വരുന്നത്. നല്ലൊരു ബ്ലൂ ഷെയ്ഡ്, അതിൽ നല്ലൊരു ഗ്രീൻ കളർ കോമ്പിനേഷനിൽ വന്നിട്ട് കേട്ടോ. ഇപ്പം നെക്സ്റ്റ് കാണിക്കുന്ന പ്രൊഡക്റ്റ് റയോൺ കോട്ടനാണ്. അത് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുപാട് മുന്നേ നല്ല പോലെ കൊണ്ടുവന്ന കേട്ടോ. ഇതിന് ഭയങ്കര ഡിമാൻഡാണ്. നമുക്ക് ഒരുപാട് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ഉണ്ടല്ലേ 3 കളേഴ്സും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ. നല്ലൊരു റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ഫസ്റ്റ് വൺ കാണിക്കുന്നത്. വിത്തൗട്ട് ലൈനിങ് ആണ്, സ്ലിറ്റഡ് ആണ് ഇത് വരുന്നത്, അനാർക്കലി അല്ല. സ്ലീവിൻ്റെ എൻഡിലായിട്ടും നെക്കിലുമായിട്ടും ഒരു ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡിലും സെയിം പ്രിൻ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബോട്ടാണ് ഒന്നുകൂടി ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ കാരണം കേട്ടോ. ഒരു പലാസോ ടൈപ്പ് ബോട്ടാണ്. വൺ സൈഡിൽ പോക്കറ്റൊക്കെ കൊടുത്തിട്ട് നല്ലൊരു പലാസോ ടൈപ്പ് ബോട്ടാണ് കേട്ടോ. അപ്പോൾ വണ്ണുള്ളവർക്കൊക്കെ ഭയങ്കര സുഖമാണ്. ഇതിൽ വരുന്നത് എക്സലും 3XL, ഡബിൾ XL ഇല്ല കേട്ടോ. XL, 3XL, 4XL ആണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 7XL വരെയുണ്ട്. റയോൺ കോട്ടൺ ആണ്. ചിലപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഒന്ന് ചുരുങ്ങുമെന്ന് അറിയില്ല. സ്ഥിരമായിട്ട് എടുക്കുന്നവരൊക്കെ ഉണ്ടാവും. ധൈര്യത്തിന് ഒരു സൈസ് വേണമെങ്കിൽ അധികം എടുത്തോളൂ കേട്ടോ.
സെയിം റയോൺ കോട്ടൺ തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ചുരുങ്ങിയതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. എപ്പോഴും ഒരുപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഒരു സൈസ് അധികം എടുത്താൽ പിന്നെ ടെൻഷനില്ലല്ലോ. നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്, ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാണ്. ഇനി ഒന്നെല്ലാം കൂടെ നിവർത്തുന്നില്ല, ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്രിഞ്ചാൾ വയലറ്റ് ഇല്ലേ, ആ ഒരു കളറാണ് കേട്ടോ. ഇതിൽ ബിഗ് സൈസ് വരുന്നില്ല കേട്ടോ. അതിൽ ഞാൻ ആ സ്ക്രീനിൽ എഡിറ്റ് ചെയ്തപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബിഗ് സൈസ് വരുന്നില്ല. ഇതിൽ എക്സലും 3XL മാത്രമാണ് വരുന്നത് കേട്ടോ. ഇനി ഇതന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരും 7XL 4XL എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യരുത്. ഇത് XL 3XL മാത്രമേ ഉള്ളൂ. പറയുന്നത് ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്തതിന് ശേഷമാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ വരുമ്പോൾ സൈസും കൂടി മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. ഇത് പിന്നെ നമ്മുടെ അനാർക്കലി സെറ്റാണ്. ഇതിൻ്റെ സ്ലെറ്റഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അതിൻ്റെ പ്രിൻറ്റിൽ റയോൺ കോട്ടണിൽ അനാർക്കലി സെറ്റാണ് കേട്ടോ. 3 ഷെയ്ഡും നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. നല്ല ജെറ്റ് ബ്ലാക്കും നല്ലൊരു ചെറുപയർ ഗ്രീനും അതുപോലെ തന്നെ ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡുമാണ് വന്നിട്ടുള്ളത്. ഇത് ലൈനായിട്ട് പോകുന്നില്ല. ഫ്രണ്ട് ചെസ്റ്റിൻ്റെ അവിടെ ചെറിയൊരു കട്ടിങ് ഉണ്ടാവും. എന്നാൽ ഒരുപാട് ലെയർ വരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ബോറൊന്നും തോന്നുന്നില്ല. 4XL തൊട്ട് 7XL വരെ ഉണ്ട്. നമുക്ക് വീട്ടിലൊക്കെ ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ല ഐറ്റംസാണ്. നമുക്ക് പുറത്തേക്ക് പോകുമ്പോഴും ഇടാം. അത് കഴിഞ്ഞ് വീട്ടിലും സ്ഥിരമായിട്ട് യൂസ് ആക്കാൻ പറ്റും കേട്ടോ. റയോൺ കോട്ടൺ അത്രയും കംഫർട്ടബിളാണ് നമുക്ക് ധരിക്കാൻ. ചൂടിനായാലും തണുപ്പിനായാലും ഒക്കെ നല്ല കംഫർട്ടബിളായിട്ട് ധരിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു വീതിക്കൊരു പട്ട കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ലെയർ വരാത്തതുകൊണ്ട് തന്നെ വലിയൊരു ഇതുണ്ടാവില്ല കേട്ടോ. ചിലർക്ക് ബിഗ് സൈസ് ആകുമ്പോൾ ഒരുപാട് ലെയർ വന്നാൽ ഇഷ്ടമുണ്ടാവില്ല. ഇതിൻ്റെ ബോട്ടം അതുപോലെ തന്നെ നല്ലൊരു സെമി പലാസോ ടൈപ്പാണ് വരുന്നത് കേട്ടോ. മൂന്ന് കളറും നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. ഇതിൽ സ്ലിറ്റഡ് ഒരുപാട് പേര് ഇനിയും എൻക്വയറി ചെയ്യാറുണ്ടായിരുന്നു. ഒരുപാട് വണ്ണം തോന്നിക്കുമെന്നൊക്കെ ആയിരിക്കും കേട്ടോ. കട്ടിങ്ങൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് റയോൺ കോട്ടനാണ്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എന്താ പറയുക, ഒരു ഇട്ട പ്രത്യേക ഭംഗിയാണ് അത് നമ്മൾ ഏത് സൈസുകാർക്കും അങ്ങ് കറക്റ്റ് ആവും. ഷേപ്പാക്കേണ്ട ആവശ്യം പോലും അങ്ങനെ അധികം വരാറില്ല കേട്ടോ. നല്ല ജെറ്റ് ബ്ലാക്കിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഡാമേജ് കേസിന് മാത്രമാണ് നമ്മൾ റിട്ടേൺ എടുക്കുക. ഓപ്പൺ വീഡിയോ മസ്റ്റായിട്ട് എടുക്കേണ്ടതാണ്. അതേപോലെ പറയാനുള്ളതാണ്, ചിലപ്പോൾ ഡാമേജ് നമ്മൾ ശ്രദ്ധയിൽപ്പെടാതെ ഉണ്ടാവാം. അതിനാണ് നമ്മൾ ഓപ്പൺ വീഡിയോ എടുക്കാൻ പറയുന്നത്. പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെച്ചാൽ മതി. ഡാമേജ് ഉണ്ടെങ്കിൽ അതിൽ കാണിച്ചാൽ മതി. അതുപോലെ റിട്ടേൺ ഇടുന്നൊരു പ്രൊഡക്റ്റ് ചിലപ്പോൾ നമ്മൾക്ക് ഒരു കസ്റ്റമർ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ചിലപ്പോൾ ആ കളർ മാറുകയോ എന്തെങ്കിലും ഇഷ്യൂ കാരണം സൈസ് മാറുക എന്തെങ്കിലും കാരണം വരുന്നുണ്ടെങ്കിൽ റിട്ടേൺ നിങ്ങളൊരു പ്രൊഡക്റ്റ് വിടുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്ക് മറ്റൊരു കസ്റ്റമറിന് കൊടുക്കണമെന്നോ അതല്ല ഡാമേജ് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നോ ഉള്ള രീതിയിൽ വേണം പാക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാനായിട്ടോ. അത് അത്രയും മോശമായ രീതിയിൽ വിടരുത്. ആ പ്രൊഡക്റ്റ് നമുക്ക് വീണ്ടും ആവശ്യമുള്ള പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് കിട്ടുന്ന വൃത്തിക്ക് തന്നെ അത് ഇങ്ങോട്ട് വന്ന് വിടാൻ ശ്രമിക്കാം. ഈ ഒരു ഗ്രീൻ കളർ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. ശരിക്കും ഇതിൽ 3 കളറിൽ ഏത് കളർ എടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആവണ ഒരു കളറാണ്. ഗ്രീനിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കളറാണ് ഈ ഒരു ഗ്രീൻ കളർ.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നതോട് കൂടെ തന്നെ ഹൈപ്പ് ബട്ടൺ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഇത് എത്തുന്നതാണ്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.